ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സമ്മറിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ലസ്സിയാണ്. അതും ചോക്ലേറ്റ് ലസ്സിയാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കുന്നത്. വളരെ രുചികരമായിട്ട് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. നമ്മുടെ ഈ ചോക്ലേറ്റ് ലസ്സി തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്. ഞാനിപ്പോൾ ഒരു 250 ഗ്രാം അളവിൽ തൈര് എടുത്തിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത തൈര് വേണം ലസ്സി തയ്യാറാക്കാൻ വേണ്ടി എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ തൈര് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. നമുക്ക് എത്രത്തോളം അളവിന് വേണമോ അതിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ്. കൂടെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മാത്രം കൊക്കോ പൗഡറും കൂടിയാണ്. കൂടുതൽ ചേർക്കരുത്, എങ്കിൽ പിന്നെ ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ പേരിൽ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മതിയാവും. ഇനി നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. പഞ്ചസാര ഒഴിവാക്കണം എന്നുള്ളവർക്ക് ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ചോക്ലേറ്റ് സിറപ്പും കൂടിയാണ്. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ അളവിലാണ് ഇതിലേക്ക് ചോക്ലേറ്റ് സിറപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കൂടെ കുറച്ച് ഐസ് ക്യൂബ്സും കൂടി. അപ്പോൾ 1 കപ്പ് നിറയെ തന്നെ ഐസ് ക്യൂബ്സ് എടുത്തിട്ടുണ്ട്. നല്ല കട്ട തൈരായതിൻ്റെ പേരിലാണ്. ഇതിലേക്ക് ഇനി എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാവുന്നതാണ്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്ത ലസ്സി നമുക്ക് ഇനി ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ രുചികരമായിട്ടുള്ള ഒരു ചോക്ലേറ്റ് ലസ്സിയാണ് കേട്ടോ. ഈ സമ്മറിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഉറപ്പായിട്ടും ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി അറിയിച്ചേക്കണം. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.